പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൈവവചനം നമ്മളെ ജീവിതത്തിനകത്ത് എല്ലാ സാഹചര്യങ്ങളിലും ജയാളികളായിട്ട് നിൽക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവവചനം. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ വചനം പറയുന്നത് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഇന്ന് അനേകരുടെ ജീവിതത്തെ അടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായ ഭയം ഇന്ന് മനുഷ്യനെ വാഴുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഭയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കാലത്ത് മനുഷ്യൻ ഭയം വരുമ്പോൾ ആ ഭയത്തെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ തന്റെ ഭയത്തെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെയാണ്. അതായത് മനുഷ്യൻ പഴയ കാലത്ത് ഒരു കാലത്ത് മനുഷ്യൻ ഭയം വരുമ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും, പ്രയാസത്തോടെ നിൽക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഭയം വരുമ്പോൾ അവര് എന്താ ചെയ്യുക? വളരെ ശബ്ദത്തിൽ സംസാരിക്കും. ചിലരെ കുറ്റം പറയും, ചിലര് മറ്റുള്ളവർ അകന്നു നിൽക്കും. പല കാര്യങ്ങളിൽ നിന്ന് പല നിലയിൽ ഭയത്തെ വെളിപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വചനത്തിൽ പറയുന്നത് പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഭയത്താൽ പിടിക്കപ്പെട്ട് നിങ്ങൾ ജീവിക്കാനായിട്ടല്ല കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഭയത്താൽ വാഴുവാനല്ല, ഭയത്താൽ നിറഞ്ഞു നിൽക്കാനല്ല, ഭയത്താൽ നിയന്ത്രിതരായി ജീവിക്കുവാനല്ല. അത് ഈ വാക്യം വ്യക്തമായിട്ട് പറയുന്നു. പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. പലരുടെയും ജീവിതത്തിനകത്ത് ഈ ഭയവും ദാസനാകുക, അതായത് നമുക്ക് ഈ ദാസ്യത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തേജസ്സിൽ അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. അവരുടെ മധ്യേ കർത്താവ് തേജസ്സോടെ ഇറങ്ങി വന്നു. ദൈവജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവര് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യും. അപ്പൊ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 430 വർഷവും അടിമത്വത്തിൽ കിടന്ന് അടിമകളാണെന്ന് ഉള്ള വ്യക്തമായൊരു ബോധ്യം അവരുടെ അകത്തുണ്ട്. അവരടിമകളാണ് അവരുടെ ജീവിതത്തിനകത്ത്. കാരണം അവർക്കൊരു നല്ല നേതാവില്ല, അവർക്ക് സ്വന്തമായൊരു രാജ്യമില്ല, പോയി നിൽക്കാനായിട്ട് ഇത്രയും വലിയൊരു ജനസമൂഹമാണ്. അവർക്ക് പോയി വാഴാനായിട്ടൊരു സ്ഥലമില്ല, ഒരു രാജ്യമില്ല, അവരെ നയിക്കാനായിട്ടൊരു രാജാവില്ല. പക്ഷെ അവരായിരിക്കുന്ന ഈജിപ്തിന്റെ അവസ്ഥ അതല്ല, അവർക്ക് മിസ്രൈമിന്റെ അവസ്ഥ അതല്ല. മിസ്രൈമിൽ വലിയൊരു ഭൂപ്രകൃതിയുണ്ട്, അവിടെ ഒരു വലിയ രാജാവുണ്ട്, ശക്തനായ ഒരു രാജാവുണ്ട്, ശക്തമേറിയ ഒരു സൈന്യമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്, ഒരു രാജ്യത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളും അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു രാജാവുള്ളത് കൊണ്ട് തന്നെ അവര് സുരക്ഷിതരാണെന്നൊരു ബോധ്യം ഒരു നേതൃത്വത്തിന് കീഴിലാണ്. മാത്രമല്ല അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തപ്പെടുന്നു, ഭക്ഷണമാകട്ടെ, എല്ലാ കാര്യങ്ങളും ഒരു രാജ്യം എന്ന നിലയിൽ അവരായിരിക്കുന്ന മിസ്രൈമില് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരാധീനതകളും അവർക്ക് പറയാനില്ലാത്തവണ്ണം സമൃദ്ധിയുടെ ഒരു നാടാണ് ഈ മിസ്രൈം എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഭയം വരുന്ന നിലയിൽ, ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക് പോലും ഭയം വരുന്ന നിലയിൽ ഒരു സാമ്രാജ്യത്തെ വാഴുന്ന ചക്രവർത്തിയായിട്ട് ഫറവോൻ നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു വലിയ നേതൃത്വ നിരയുടെ അല്ലെങ്കിൽ ശക്തിയേറിയ നേതൃത്വത്തിന് കീഴിൽ ഇവർ വസിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രാജ്യത്തിലായിരുന്ന ഇവരും അടിമകളായി തന്നെ മാറി. അവരെ കൊണ്ട് പട്ടണങ്ങളെ പണിയിപ്പിച്ചു. അവരുടെ ജോലിഭാരം കൂട്ടി. കാരണം അവരോട് ചെയ്യാൻ പറയുക എന്നുള്ളതല്ലാതെ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ആ ചോദ്യങ്ങളൊന്നും അവിടെ ഇല്ല. അവരുടെ അവകാശങ്ങൾ ചോദിക്കാനായിട്ടുള്ള ധൈര്യം അവർക്കില്ല, കാരണം അവർ അടിമകളാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഈ അടിമത്വം എന്ന് പറയുന്നത് ഒരു പരിധി വരെ
അവര് ആ ദേശത്തോടും രാജാവിനോടുമുള്ള വിധേയത്വം കൂറ് അവർക്കുണ്ടായി എന്നുള്ളത് ശരിയാ. പക്ഷെ മറ്റൊരു പരിധിയിലേക്ക് നോക്കുമ്പോൾ അവർ തമ്മിലുള്ള വലിയ വഴക്കിനും വൈരുദ്ധ്യത്തിനും ഒക്കെ അവർക്ക് ഒരു പക്ഷേ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യോസഫിന്റെയും ഒക്കെ കാലത്ത് ദൈവത്തെക്കുറിച്ചും യഹോവയായ ദൈവം ഉടമ്പടിയൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നവരാ. കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചതും ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ച് 100 മേനി കൊയ്തൊക്കെ അവർ കേട്ടിട്ടുണ്ട്. യാക്കോബ് ലാബാൻ 10 വട്ടം അവകാശം പറിച്ചു മാറ്റിയിട്ടും എടുത്തു മാറ്റിയിട്ടും ഇല്ലെങ്കിൽ കബളിപ്പിച്ചിട്ട് പോലും ആ യാക്കോബ് അവിടെ ശ്രേഷ്ഠനായ ഒരു എന്താ പറയുന്ന ഒരു വലിയ ധനവാനായി മാറി. അവിടുന്ന് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഏശാവിനെ പോലും വെല്ലുന്ന സമ്പദ്ഘടനയുള്ളവനായിട്ടാണ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ വലിയ ധനവാനായിട്ടാണ് വരുന്നത്. അത് കേട്ടിട്ടുണ്ട്. ആ യാക്കോബിന്റെ 12 മക്കളിൽ 11-ാമത്തവനായ ആ യോസഫ് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിൽ ഉണ്ടായ മകനാകൊണ്ട് അവനോട് പ്രത്യേക താല്പര്യവും തലമുറയോട് അവനോടൊരു പ്രത്യേക താല്പര്യം എന്ന് മാത്രമല്ല, അവന് എല്ലാ സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് ഉണ്ടായിരുന്ന യോസഫ് ഇവിടെ എത്തിയത് അങ്ങനെയാണ്, മിസ്രൈമിൽ എത്തിയത് അങ്ങനെയാണ്. അവർ കഥ കേട്ടിട്ടുണ്ട്. ചേട്ടന്മാർ ഉപദ്രവിച്ചു, അടിമയായി വന്നു, പോത്തിഫറിന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്തു, കുറ്റം ആരോപിക്കപ്പെട്ട് തടവറയിലേക്ക് എടുത്തെറിയപ്പെട്ടു. ആ തടവറയിൽ ശുശ്രൂഷിച്ചു എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് പിന്നെ നമ്മൾ കാണുന്നത് ചെറിയ നിലയിലല്ല, ഫറവോന്റെ തൊട്ടടുത്ത പദവിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലത്. അങ്ങനെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയവനായ യോസഫ്. അപ്പൊ ഈ കഥകളെല്ലാം അവർ കേട്ടിട്ടുണ്ട്. ഈ കഥകളെല്ലാം കേട്ട് അവരുടെ ജീവിതത്തിനകത്ത് ഈ കഴിഞ്ഞ 430 വർഷത്തെ അടിമത്തം അവർക്ക് ദൈവത്തെ പോലും സംശയിക്കുന്ന നിലയിലേക്ക് അവർ മാറി. അവരന്യോന്യം വഴക്കുണ്ടാക്കുക മാത്രമല്ല, പിന്നത്തതിൽ നമുക്ക് അവരുടെ ജീവിതത്തിനകത്തൊന്നും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരുടെ ജീവിതത്തിൽ തന്നെ അവരൊരു പ്രത്യേക കൾച്ചർ, ഒരു പ്രത്യേക സംസ്കാരം കൊണ്ടുവരുന്നവരായിട്ട് അവർ മാറി. അവരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവശബ്ദം കേട്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ച ആളാണ് അബ്രഹാം. ഇസഹാക്കും അതെ, യാക്കോബും അതെ. പക്ഷെ യോസഫിനെ പിന്നെ നമ്മൾ ഈ ജനത്തെ, യോസഫിനെ അല്ല, ഈ ജനം മിസ്രൈമിലെ അബ്രഹാമിന്റെ സന്തതിയാകുന്ന ഈ ജനം മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്ന് അവർക്കൊരു ശീലം വന്നു. അവർക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് അതീതമായിട്ട് അവർക്ക് ദൈവത്തെ കാണാൻ കഴിയാത്തൊരവസ്ഥയിൽ. അപ്പോഴങ്ങനെയാണ് അഹരോൻ അവരാഗ്രഹിച്ചതുപോലെ അവർക്ക് നിവർത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ജീവിത സ്വഭാവം ആകെ മാറി. ദൈവത്തെ പോലും അതായത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഉടമ്പടി ചെയ്ത ദൈവത്തെ പോലും അവർ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവര് അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്തു. ആ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവരുടെ ജീവിതത്തില് അവരുടെ യാത്ര അവർ മുന്നോട്ട് പോകുമ്പോൾ അവര് കണ്ട് ഭയപ്പെടേണ്ടതിന്, അവർ ഭയന്ന് പാപം ചെയ്യാതിരിക്കേണ്ടതിന് സീനാമലി ദേവി ഇറങ്ങി വന്നതിന്. അപ്പൊ അവിടെ നിങ്ങൾ ഇവനെ കണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ട് ഭയപ്പെട്ട് പാപം ചെയ്യാതിരിക്കേണ്ടത്. ദൈവം ഇറങ്ങി വന്നത് അങ്ങനെ ഒരു കാര്യത്തിനാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ ദൈവം അവിടെ ഇറങ്ങി വരികയും ദൈവത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ അകത്തു. അതിന്റെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്ങളുടെ ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്ര ദൈവം വന്നിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ ദൈവം വെളിപ്പെട്ടു വന്നതിന് ഉദ്ദേശം എന്താ? ഇവർ പാപം ചെയ്യരുത്. പക്ഷെ ഇവർ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഇവർ ഭയപ്പെടണം. ഭയം ഉണ്ടെങ്കിൽ പാപം ചെയ്യത്തില്ല. അപ്പൊ ഇവർ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഭയപ്പെടണം. ഭയപ്പെട്ട് പാപം ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ റോമാലേഖനം 8:15 പറയാ, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് പണ്ട് ദൈവം
ഭയപ്പെടുത്തുന്ന നിലയിൽ ഇറങ്ങി വന്നു. പക്ഷെ ഇവിടെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത് പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന്, ദാസന്മാരായിട്ട് നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടിയല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് തന്ന്, നിങ്ങൾ മക്കളാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് തന്ന്, പാപം ചെയ്യാതെ നിങ്ങൾ ഇരിക്കത്തക്കവണ്ണം നിങ്ങളെ ആക്കാനായിട്ട്. അഥവാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഭയന്ന് പാപം ചെയ്യാതിരിക്കുക എന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തിൽ പാപം ചെയ്യാതിരിക്കാനായിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തു. കർത്താവിനെ അബ്ബാ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യാനുള്ള പ്രാപ്തിയോടെ, മനസ്സോടെ അവർ നിൽക്കുന്ന ആ നിലവാരത്തിൽ അവർക്ക് ആമേൻ പാപത്തിന്റെ മേലൊരു ജയം കൊടുത്തു. പാപത്തിൽ നിന്ന് അവരെ വിടുവിച്ചു, പാപത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തി. അപ്പൊ ഇവിടെ നമ്മൾ റോമാലേഖനം 8:15 കാണുന്നത് പുറപ്പാട് 20:20 കണ്ടതല്ല. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഭയപ്പെട്ടല്ല പാപം ചെയ്യാതിരിക്കേണ്ടത്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളോട് പറയുന്നു. എന്താണെന്നറിയോ? 1 യോഹന്നാന്റെ ലേഖനത്തില് നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തില് അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്: എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അപ്പൊ ഇവിടെ വ്യക്തമാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് ഭയപ്പെടുത്താൻ വന്നുവെന്ന് ഒരു സ്ഥലത്ത് പുറപ്പാട് 20:20 പറയുമ്പോ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അപ്പൊ ഇവിടെ എന്താണ് നിങ്ങളെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? നിങ്ങൾ ഹല്ലേലൂയ ഭയം കൊണ്ടല്ല നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നത്. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി, നിങ്ങളുടെ പാപത്തിന് ശിക്ഷ വരുത്തി, ഇളവ് വരുത്തി, പാപത്തിന് നിങ്ങളെ വിടുവിച്ച്. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ ആ വാക്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം: എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യം നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. അപ്പൊ അങ്ങനെയാണ് അർത്ഥം. ഇനി പാപം ചെയ്യാനാണോ? അല്ല. അതായത് പാപം ചെയ്ത നിങ്ങൾ പാപികളാണ്, ഞാൻ പാപിയാണ് എന്ന് തുടർച്ചയായുള്ള ചിന്തയിൽ നീ നിൽക്കുന്നിടത്തോളം വീണ്ടും വീണ്ടും പാപത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകും. നീ പാപിയാണെന്നുള്ള ചിന്ത നിന്റെ മൈൻഡിൽ വരുമ്പോൾ, നീ പാപിയാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നീ നിൽക്കുമ്പോൾ, നീ പാപത്തിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങിച്ചെല്ലും. നീ വീണ്ടും വീണ്ടും പാപം ചെയ്യും, വീണ്ടും വീണ്ടും പാപത്തിനകത്ത് വീണുപോകും. പാപം ചെയ്യാൻ മടിയുണ്ടാവില്ല, പാപം ചെയ്യാനായിട്ട് കുറ്റബോധമില്ലാതെ നീ പാപം ചെയ്യും. പാപം നിന്റെ ജീവിതത്തിനകത്ത് നിന്നോട് ചേർന്നു വരുന്നത് നിനക്ക് കാണാൻ പറ്റും. പക്ഷേ ഇല്ല, ഞാൻ പാപിയായിരുന്നു, ഞാൻ വീണവനായിരുന്നു, ഞാൻ നശിച്ചവനായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തവനായിരുന്നു. പക്ഷെ യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി യാഗമായി തീർന്നു. എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് യേശു അവിടെ എന്റെ പിതാവിന്റെ അടുക്കൽ ഉണ്ട് എന്ന ബോധ്യം വരുന്നതോടുകൂടെ ഞാൻ പാപിയല്ല, എന്റെ പാപം കഴുകപ്പെട്ടു. പാപത്തെ ഏറ്റുപറയും. ഒരു പാപം ചെയ്തെങ്കിലോ നമുക്ക് കർത്താവ് യേശുക്രിസ്തു അവന്റെ പിതാവിന്റെ അടുക്കലുള്ള വചനം ഇങ്ങനെ പറയും: നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ആരാ? അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രൈസ് ഗാഡ്. അതെ. അപ്പൊ ഇവിടെ നമ്മൾ പാപം ചെയ്തു, പക്ഷെ ഏറ്റുപറയുന്നതോടുകൂടെ നമ്മൾ കഴുകപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. മക്കളായി മാറിയ നാം, അതെ, മക്കളാകിയാൽ പാപം ചെയ്യത്തില്ല. മക്കളാണെന്നുള്ള ബോധ്യം വരുമ്പോൾ പാപം ചെയ്യത്തില്ല. അതെ, ഹല്ലേലൂയ. അത് ഈ യോഹന്നാന്റെ ലേഖനം, ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, ബൈബിളിലുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 18-ാം വാക്യം: ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് അവിടെ ഒരു കാര്യമാണ്,
ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വരുന്നതോടുകൂടെ പാപത്തിന് എൻ്റെ മേലുള്ള ആധിപത്യം പൊട്ടി. ഇനി പാപത്തിന് എൻ്റെ മേൽ വാഴാൻ പറ്റില്ല. പാപത്തിന് എൻ്റെ മേലുള്ള ഒരു ഹോൾഡ് നഷ്ടപ്പെട്ടു. പാപത്തിന് എൻ്റെ മേലൊരു പിടുത്തം ഉണ്ടായിരുന്നു, അത് പോയി. എങ്ങനെയാ? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധ്യം എനിക്ക് വന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പൊ ഈ രണ്ടു വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. പുറപ്പാട് ദിവസം 20:20 നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ഭയം തരാനായിട്ട് കർത്താവിടെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 2:1 പറയുകയാണ്, കുഞ്ഞുങ്ങൾ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട് ഇത് എഴുതുക. അപ്പൊ അവിടെ ആ എഴുത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ഉറപ്പ്, ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന്റെ പൈതൽ. അതുകൊണ്ട് ഞാൻ ഇനി പാപത്തിൽ കിടന്ന് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. പാപയാണ്, ഞാൻ പാപിയാണ്, ഞാൻ കൊള്ളത്തില്ല. അവിടെ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ അവനെ തൊടത്തില്ല. എന്നാല് അതിന്റെ 19-ാം വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 19-ാം വാക്യത്തിൽ പറയുമ്പോൾ 18-ാം വാക്യം പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ മേൽ ദുഷ്ടന് അധികാരമില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആയെന്നേ, നമ്മൾ സ്വതന്ത്രരായി. എങ്ങനെയാ? യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, എന്റെ നീതിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചതിലൂടെ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിട്ട് മാറി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും ഇനി പാപം ചെയ്യുന്നില്ല, തന്നെ സൂക്ഷിക്കുന്നു. സർവ്വലോക ദുഷ്ടന്റെ ആധിപത്യത്തിൽ കിടക്കുന്നു, പക്ഷെ ദുഷ്ടൻ അവനെ തൊടത്തില്ല. ആരെ തൊടത്തില്ല? ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ദുഷ്ടൻ തൊടത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ ദുഷ്ടൻ തൊടത്തില്ല. പ്രൈസ് ഗോഡ്. ദാറ്റ് ഈസ് അവർ കോൺഫിഡൻസ്. അത് നമ്മുടെ ഉറപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ പാപിയാണ്, അയ്യോ ഞാൻ പാപം ചെയ്തു, ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് യേശുക്രിസ്തുവിനാൽ ഞാൻ വീണ്ടും ജനിച്ചവനാണ്, ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ബോധ്യത്തിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ വേര് മുറിഞ്ഞു മാറുകയും നമ്മൾ ഫ്രീ ആവും, നമ്മൾ സ്വതന്ത്രരാകും. യെസ്. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവിടെ കാണുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്ര നിങ്ങളുടെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, കർത്താവ് ആത്മാവാകുന്നു. ലോർഡ് ഈസ് സ്പിരിറ്റ്. വേർ there is the spirit of the Lord, there is freedom. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Where there is the spirit of the Lord, there is freedom. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ ആത്മാവില്ലാത്ത സ്ഥലം ഏത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവിന്റെ ആത്മാവ് അവന്റെ കണ്ണിന് മുമ്പിൽ മറവായിരിക്കുന്നൊന്നുമില്ല. ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം അവനുണ്ട് എന്നാണ്. നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ പോകുമെന്നാ ദാവീദ് പറയുന്നത്. നിന്റെ സാന്നിധ്യം വിട്ട് ഞാൻ എവിടെ ഒളിക്കും? കാരണം നിന്റെ പ്രസൻസ് ഈസ് എവ്രിവെയർ. അപ്പം ആത്മാവാകുന്ന ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നത്, അപ്പൊ എല്ലായിടത്തും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവുള്ളിടം എന്ന് പറയുമ്പോൾ ഏതാണ്? ആത്മാവുള്ള സ്ഥലം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ആത്മാവുണ്ട്, യെസ്. പക്ഷേ ആരാണോ ആത്മാവ്, പരിശുദ്ധാത്മാവ്, എൻ്റെ ഈ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ ജോലി സ്ഥലത്ത് പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ ഈ വാഹനം ഓട്ടിച്ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. എപ്പോഴാണോ
ആമേൻ. ഹല്ലേലൂയ. വചനത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി ഇല്ലാത്തത് കൊണ്ട് കേൾക്കാതിരിക്കുകയും ചെവിയുള്ളവർ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എല്ലാവർക്കും ചെവിയില്ലേ? എന്നാൽ അവിടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അർത്ഥമാക്കിയത് എന്താ? കേൾക്കുവാൻ മനോഭാവമുള്ളവൻ, കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ മനോഭാവമുള്ളവൻ, ദൈവത്തെ അറിയാൻ മനോഭാവമുള്ളവൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, ദൈവ ശബ്ദം കേൾക്കാൻ മനസ്സുള്ളവൻ. യെസ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇവിടെ കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യം പറഞ്ഞാൽ എപ്പോഴാണോ ഞാൻ കർത്താവിന്റെ ആത്മാവിലാൽ നയിക്കപ്പെടുന്നവൻ, ആത്മാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ആത്മാവിലാണ്, ആത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിലാണ്, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അഥവാ ഒരു വ്യക്തി എപ്പോഴാണോ അവൻ തിരിച്ചറിയുന്നത്, ഞാൻ ജഡപ്രകാരം ജനിച്ചവനായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലായിട്ട് മാറി, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് ഞാൻ. ഐ എം നോട്ട് എ ബോഡി, ഐ എം എ സ്പിരിറ്റ്. ഞാൻ ജഡമല്ല, ഞാൻ ആത്മാവാണ്. എൻ്റെ ആത്മാവാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കുന്നത് ആത്മാവാണ്. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു സ്പിരിറ്റാണ്, ഞാനൊരു ആത്മാവാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടും ബോധ്യവും ഉള്ളവരായിട്ട് നിങ്ങൾ ചുവടുകൾ വെക്കുന്നത്, അവിടെയാണ് അത്ഭുതം, അവിടെയാണ് സ്വാതന്ത്ര്യം. രോഗത്തിന് നിങ്ങളുടെ ശരീരത്തെ തൊടാൻ പറ്റും, പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ആത്മാവിൽ തിരിച്ചറിയുന്നത്, മൈ സ്പിരിറ്റ് ഈസ് ദ റിയൽ മീ, then sickness has no power over my spirit. Depression, fear, tension, temptations, problems, challenges have no power over my spirit. I am above all my problems because I am not a flesh, I am a spirit. ഞാൻ ആത്മാവാണ്. I am not a flesh, I am not a body, I am a spirit. ഞാൻ ആത്മാവാണ്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം, ഐ എം എ സ്പിരിറ്റ് എന്ന കൺവിക്ഷനോടുകൂടെ നിൽക്കുന്നത്, അവിടെയാണ് ഫ്രീഡം. ദർ ഈസ് ഫ്രീഡം. യെസ്, പ്രൈസ് ഗാഡ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, God is there for you. God is there for you. നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിന്റെ സാന്നിധ്യത്തെ അക്നോളജ് ചെയ്യണം, തിരിച്ചറിയണം. ആമേൻ. എന്താ പറയുക, അതിനെ യെസ് എന്ന് പറയണം. യെസ്, ഐ ആം ഇൻ സ്പിരിറ്റ്. നമ്മൾ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മറ്റ് ചില ആശയങ്ങളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ആത്മാവിലാകുക, നമ്മൾ ആരാധനയിൽ ആത്മാവിലായി, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിലായി, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, തെറ്റല്ല. പക്ഷേ ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നടത്തപ്പെടുക. വചനം വ്യക്തമായി പറയുന്നത് ആത്മാവിനെ നടത്തപ്പെടുന്നവരും ദൈവത്തിന്റെ മക്കൾ. റോമലേഖനം 8:14. Those who led by the Spirit of the Lord, they are sons of God. നിങ്ങൾ ദൈവാത്മാവിനെ നടത്തപ്പെടുന്നു, ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഈ ആത്മാവിലാകുക, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് തിരിച്ചറിവ്, യെസ്, ഐ ആം നോട്ട് എ ഫ്ലെഷ്, ഐ ആം എ സ്പിരിറ്റ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശാപം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ തകർന്ന നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആളുകളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിരുന്നു. അവിടെ വചനത്തിൽ വളരെ മനോഹരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഫറവോൻ യോസഫിനെ കണ്ടുകൊണ്ടേ പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ പോലെ ദൈവത്തിന്റെ ആത്മാവുള്ള, ഈ ജ്ഞാനത്തിന്റെ ആത്മാവുള്ള വേറൊരുവനെ കണ്ടുകിട്ടുമോ? ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് യോസഫിന്റെ അകത്തുണ്ടായിരുന്നു. ആത്മാവുള്ളവനെ പൊട്ടക്കിണറ്റിലിട്ടാലും അവൻ അവിടുന്ന് കയറി വരും. ആത്മാവുള്ളവൻ അടിമത്വത്തിൽ കിടന്നാലും അവൻ അതിനെ പൊളിച്ച് പുറത്തു വരും. ആത്മാവുള്ളവൻ ഹല്ലേലൂയ തടവറയ്ക്കകത്ത് കിടന്നാലും ഹല്ലേലൂയ അവിടുന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഉന്നതമായ നിലയിലേക്ക് അവൻ എത്തും. ആത്മാവുള്ളവൻ കണ്ട ദർശനത്തെ അവൻ കാരാഗ്രഹത്തിനോ അടിമപ്പണിക്കോ സഹോദരങ്ങളുടെ അസൂയക്കോ പൊട്ടക്കിണറ്റിനോ ഒന്നിനും ആത്മാവ് പ്രാപിച്ചവന്റെ ദർശനത്തിൽ നിന്ന് അവനെ തള്ളിക്കളയാനായിട്ട്, അവനെ ഒതുക്കി വെക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ജഡപ്രകാരമുള്ള എൻ്റെ ജീവിത സാഹചര്യത്തിൽ വരുന്ന വെല്ലുവിളികൾ, എൻ്റെ ജീവിതത്തിൽ ജഡപ്രകാരം ഞാൻ കാണുന്ന ചലഞ്ചുകൾ, these all things are nothing. I know that what I know that I am not a flesh, I am a spirit. So hallelujah, I am above all my challenges. എൻ്റെ എല്ലാ വെല്ലുവിളികൾക്കും എൻ്റെ എല്ലാ പ്രതികൂലങ്ങൾക്കും ഉയരത്തിനാണ് ഞാൻ. എൻ്റെ ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കാൻ സാധ്യമല്ല. എൻ്റെ ഒരു വെല്ലുവിളിക്കും എന്നെ ചുരുട്ടിക്കൂട്ടാൻ സാധ്യമല്ല. എൻ്റെ അകത്ത് വസിക്കുന്നവൻ ലോകത്തിലുള്ള അവനേക്കാൾ വലിയവൻ. പ്രൈസ് ഗാഡ്.
ഹല്ലേലൂയ. ആത്മാവിലാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിലെ നടത്തപ്പെടുക. നമ്മള് ദൈവത്തിന്റെ മക്കളാ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് പകർന്നു തന്നിരിക്കുന്നത് നമ്മൾ ആരാധിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല, ഹല്ലേലൂയ, അല്ല പാട്ടുപാടി ജീവിതം അവസാനിപ്പിക്കാനല്ല, പ്രസംഗിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല, പ്രാർത്ഥിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല. ക്രിസ്തുവിനെ വെളിപ്പെടുത്തി അത് ഈ ഭൂമിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വെളിപ്പെടുത്തുന്ന പാത്രങ്ങളാൽ, ഹല്ലേലൂയ, പിതാവായ ദൈവത്തെ പുത്രൻ വെളിപ്പെടുത്തിയതുപോലെ അവൻ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതന പുത്രനെ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ, അതെ, നിങ്ങളുടെ എന്റെ വിളി എന്നാന്നറിയോ? നിങ്ങളിലൂടെ എന്നിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ലോകത്ത് മരണത്തെയും ശാപത്തെയും പിശാചിനെയും ആധിപത്യങ്ങളെയും സകലത്തെയും ജയിച്ച് ശാപത്തിന് മേലും നമ്മെ തകർച്ചയുടെ മേലും പ്രതികൂലങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും ജയം വരിച്ച് ഉയർത്തെന്നിട്ടൊരു കർത്താവുണ്ട്. ആ ക്രിസ്തു ഇവരിലൂടെയാണ് ജീവിക്കുന്നതെന്ന് ലോകത്തിന് ബോധ്യം വരുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ഞാനും. യെസ്. സോ കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത്, അതായത് നിങ്ങൾ എപ്പോഴാണോ കർത്താവിന്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് യെസ് പറയുന്നത്, അംഗീകരിക്കുന്നത്, തിരിച്ചറിയുന്നത്, ആ തിരിച്ചറിവ് ഉള്ളിടത്താണ് ഫ്രീഡം, റിയൽ ഫ്രീഡം. യെസ്, നിങ്ങളുടെ രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന് ഫ്രീഡം ഉണ്ട്. എപ്പോഴാണെന്നറിയാവോ? ഈ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ, ആത്മസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുമ്പോൾ, കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവെ, അതേ കർത്താവെ, ഹല്ലേലൂയ, ആത്മാവുള്ള പരിശുദ്ധാത്മാവിൽ അവൻ നയിക്കപ്പെട്ട യോസഫിന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ പലവിധ വെല്ലുവിളികളുണ്ട്. പക്ഷെ ഒന്നിനും അവനെ ഒതുക്കി കളയാൻ പറ്റിയില്ല. അവൻ എല്ലാത്തിനും മറികടന്ന് പുറത്തു വന്ന പോലെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് എവിടേക്കാണോ ദർശന നിമിത്തം അവർ സ്ട്രഗിൾ ചെയ്യുന്നത്, ദർശന നിമിത്തം അവർ ഭാരപ്പെടുന്നത്, അവരുടെ ദർശന നിമിത്തം അവരുടെ ജീവിതത്തിന് വിരുദ്ധമായ പിശാച് തന്ത്രങ്ങൾ മെനയുന്നത്, ആ മേഖലയിൽ തന്നെ ഇവിടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ, ഒരു അത്ഭുതമായി തീരാൻ, നിന്റെ മഹത്വം ഇപ്പോൾ തന്നെ അവർ വെളിപ്പെടട്ടെ. അസാധാരണമായ കാര്യങ്ങളിൽ നിന്റെ അസാധാരണമായ കരം വെളിപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം അസാധാരണമായ നിലയിൽ വെളിപ്പെടട്ടെ. അവരൊരു അടയാളമായി ദേശത്തിന് മേൽ ഒരു അടയാളമായി തീരട്ടെ. രോഗികളായിട്ട് നാളുകളെ കിടപ്പിലായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭയത്തോടിരിക്കുന്നവർ, കർത്താവ് പല നിയമ കുരുക്കുകളകത്തപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ അവരുടെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഫ്രീഡം അവർക്കുണ്ടാകട്ടെ. സാമ്പത്തികമായ വലിയ വെല്ലുവിളികൾ നടുവിൽ നിൽക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. അതുപോലെ കർത്താവിന്റെ വേലയിൽ സ്ട്രഗിൾ ചെയ്യുന്ന കർത്താവിന്റെ വേല നിമിത്തം അത് ശുശ്രൂഷ നിമിത്തം സ്ട്രഗിൾ ചെയ്യുന്നവർ യേശുവിന്റെ നാമത്തിൽ നിന്റെ മഹത്വം അവിടെ ഇറങ്ങിയിട്ട് ക്രിസ്തുവിന്റെ ജീവൻ അവർക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ട് കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവരെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ്. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അതെ, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്കായി ഇന്നും ജീവിക്കുന്നു. ആമേൻ.